ഈ വീഡിയോയിൽ നാണയങ്ങളുടെ ചരിത്രമാണ് അവതരിപ്പിക്കുന്നത്. അതായത് ചരിത്രം എന്ന് പറയുമ്പോൾ ഈ 1 പൈസ, 2, 3, 4, 2 പൈസ, 1 പൈസ, 2 പൈസ, 3 പൈസ, പിന്നെ 5 പൈസ, 10, 20, 25, 50 പൈസ അങ്ങനെ പോകുന്നു. ഇതിൻ്റെ പഴയ കാലം, അതായത് എൻ്റെ സ്കൂൾ കോളേജ് ലൈഫിൽ, അതായത് 1970, 80 കാലഘട്ടങ്ങളിലെ ചില അനുഭവങ്ങളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് നമുക്ക് ക്രയവിക്രയത്തിനുള്ളത് 1 പൈസ, 2 പൈസ, 3, പിന്നെ 5, 10, 25ഉം 50ഉം അങ്ങനെ നമ്മുടെ കയ്യിലൊന്ന് സുലഭമല്ല എൻ്റെ അനുഭവത്തിൽ. അതുപോലെ അന്ന് ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ്. നമ്മുടെ സാധനങ്ങൾ നമുക്കുള്ളത് കഴിഞ്ഞുള്ളത് അടുത്ത വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഫ്രണ്ട്സിനോ ഒക്കെ കൊടുക്കുക, തിരിച്ച് അവിടെ എക്സസ് ഉള്ളത് നമുക്കും തരിക എന്നുള്ളൊരു സിസ്റ്റമാണ്. പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ ആഹാര സാധനങ്ങൾക്ക് പഞ്ഞമില്ല. പക്ഷേ പിന്നെ ഉള്ളത് നമുക്ക് മല്ലി മുളക് അതുപോലെയുള്ള പ്രൊവിഷൻ സാധനങ്ങൾ വാങ്ങാൻ അതിന് അന്ന് ഈ 1 പൈസയും 2 പൈസയും ഒക്കെ കൊണ്ടുപോയി പ്രൊവിഷൻ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള ഓർമ്മ ഈ പൈസ കാണുമ്പോൾ ഓടി വരും. ആ ഓർമ്മ ഓടിയെത്തും. അന്നിനി 1 പൈസയോ 2 പൈസയോ കിട്ടാൻ 2 തൊണ്ട് കൊണ്ട് കടയിൽ കൊടുത്താൽ അത് കിട്ടും. അല്ലെങ്കിൽ 5 കശുവണ്ടി എന്നാ ഞങ്ങൾ പറങ്കിണ്ടി എന്നാണ് പറയുന്നത്. ഇത് കൊണ്ട് കൊടുത്താൽ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചു വരാൻ പറ്റിയിരുന്ന കാലം. അന്ന് അതിനായിരുന്നു ഡിമാൻഡ്. അതുപോലെ അടയ്ക്ക. ഇതിലേതെങ്കിലുമൊക്കെ കടയിൽ കൊണ്ട് 5, 10, 2 കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി വരാം. അത്ര വില അന്ന് ഈ 1 പൈസയ്ക്കും 2 പൈസയ്ക്കും 3 പൈസയ്ക്കും 5 പൈസയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. കാലങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ 10ാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ 10 പൈസ വീട്ടിൽ നിന്ന് തന്നു വിടും. വൈകിട്ട് സ്കൂൾ വിട്ടിട്ടിറങ്ങി മീൻ വാങ്ങി വരാൻ 10 പൈസയ്ക്കന്ന് മീൻ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു കവറോ ഇലയിൽ പൊതിഞ്ഞോ ഒക്കെ മീൻ തരും. അതും കൊണ്ട് വീട്ടിൽ പോകും. 8ലും 9ലും 10ലും ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്കൂൾ കഴിഞ്ഞിട്ട് അടുത്ത് മാർക്കറ്റുണ്ട്, മാർക്കറ്റിൽ പോയി 10 പൈസ കൊടുത്ത് മീനും വാങ്ങി വീട്ടിൽ പോകുന്നത്. അത് അന്ന് 25ഓ 50ഓ, അന്ന് 4 അണ 8 അണ എന്നാണ് പറയുന്നത്. ഇത് കൊടുത്താൽ വലിയ മീനും ഒക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് കോളേജ് പഠിത്തം തുടങ്ങുമ്പോൾ കുറച്ചകലെയാണ് വർക്കല എസ് എൻ കോളേജ്. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടന്ന്, അതായത് ഒരു 1/2 കിലോമീറ്റർ നടന്നാലേ ബസ് സ്റ്റോപ്പ് എത്തും. ഒരു ബസ്സുണ്ട്. രാവിലെ ഒരു 9 മണിയോടുകൂടി ഒരു ബസ് എത്തും. ആ ബസ് നിറയെ ആളാണ്. എന്നാലും എങ്ങനെയെങ്കിലും അതിൽ കയറി കൂടി പോകും. മിക്കപ്പോഴും ഞാൻ വൈകി പോകും, ബസ് കിട്ടൂല. അല്ലെങ്കിൽ ബസ്സിൽ ഭയങ്കര തിരക്കായിരിക്കും, കയറാൻ പറ്റൂല. അപ്പോൾ അവിടെ നിന്ന് കയറിയാൽ വർക്കല വരെ 15, ഈ ബസ് കിട്ടിയാൽ, കോമോസ് എന്നാ ബസ്സിൻ്റെ പേര്, ഞങ്ങളുടെ സ്റ്റോപ്പിൽ നിന്ന് ബസ് കിട്ടിയാൽ വർക്കല വരെ 15 പൈസ. അവിടെ നിന്ന് പിന്നെ നടന്നാണ്, ശിവഗിരി വഴി നടന്നാണ് എസ് എൻ കോളേജിൽ എത്തുന്നത്. പലപ്പോഴും ഈ ബസ് അങ്ങ് മിസ് ചെയ്യും. വീട്ടുകാര്യവും ജോലിയൊക്കെ തീർത്ത് ഓടിപ്പിടിച്ചൊക്കെ വരുമ്പോൾ ഈ ബസ് കിട്ടൂല, അല്ലെങ്കിൽ ബസ് കാണൂല. അപ്പോൾ കുറേ ദൂരം കൂടെ നടന്ന് പരവൂർ ഊന്നുമൂട് വഴി വർക്കല പോകുന്ന ബസ്സിൻ്റെ സ്റ്റോപ്പിലെത്തും. അപ്പോഴത്തേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. അവിടെ നവരംഗം എന്നും പറഞ്ഞൊരു ബസ്സാണ് നമ്മുടെ ടൈമിനുള്ളത്. അതിൽ പിന്നെ ഗമ്മിൻ്റെ പരസ്യം പോലെ, ഒട്ടിപ്പോയുടെ പരസ്യം പോലെയാണ് ആൾ വരുന്നത്. നിറയെ ആൾ ഒട്ടി തൂങ്ങി കിടക്കും. ടയർ ഒഴികെ ബാക്കി എല്ലായിടത്തും ആളായിരിക്കും. അതിലും കയറാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും നടക്കും. നടന്ന് നടേറെ എത്തും. നടേറെ എത്തുമ്പോൾ പിന്നെ ഒരു ബസ്സിൽ കയറിയാൽ, വർക്കലേക്ക് ഒരു ബസ്സിൽ കയറിയാൽ 10 പൈസ കൊടുക്കണം. അപ്പോൾ അതുവരെയുള്ള നടത്തേക്ക് 5 പൈസയാണ് മിച്ചം കിട്ടിയത്. ഇനി 10 പൈസ കൊടുക്കണ്ട എന്ന് കരുതി നടേറെന്ന്
നേരെ കുറുക്ക് വഴിക്ക് ശിവേരി കോളേജിലേക്ക് നടക്കും. അപ്പോൾ എത്ര പൈസയാണ് ലാഭിച്ചത്? 15 പൈസ ലാഭിച്ചു. ഇതായിരുന്നു അന്നത്തെ വരുമാന മാർഗം. വീട്ടിൽ നിന്ന് 15 പൈസ കിട്ടും. ഈ 15 പൈസയും സേവ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് കോളേജ് വരെയും നടക്കുമായിരുന്നു. അതിൻ്റെ സാഹചര്യം ഇതാണ്. 5 പൈസക്കുള്ള നടത്ത കഴിഞ്ഞു. പിന്നെ ഇനി 10 പൈസ, ഇത്രയും ദൂരം നടന്നിട്ട് ഇനി 10 പൈസ ബസ്സിൽ കൊടുക്കാൻ മടിച്ച് പിന്നെയും നടക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത്തെ ജീവിത സാഹചര്യങ്ങളും ആ പ്രതിബദ്ധതകളും തരണം ചെയ്ത് ആണ് പലരും, എന്നെപ്പോലെ പലരും ഇവിടെ എത്തിയത്. ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് ക്യാഷ് ഉണ്ടാകാനും മറ്റ് വരുമാനത്തിനും ധാരാളം മാർഗങ്ങളുണ്ട്. പക്ഷേ അവരുടെ സാഹചര്യം അവരുപയോഗപ്പെടുത്തുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നതിന് നമ്മൾ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. എപ്പോഴും ആ ബുദ്ധിമുട്ട് സഹിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതം വിജയിച്ച് കിട്ടും. അതിന് ഇന്നത്തെ തലമുറയ്ക്ക് ഈ അനുഭവകഥ പ്രോത്സാഹനമാകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ കേൾക്കുന്നവരൊക്കെ ഇത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.